ഇപ്പോൾ ജി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 പ്രാവശ്യം ശ്രമിച്ചു അദ്ദേഹത്തെ ഫോണിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മുഖാന്തരമാണ്. ആദ്യത്തെ ദിവസം വിളിച്ചപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എനിക്ക് അടുത്തറിയാവുന്ന ആളാണ്. പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം വിളിച്ചോളാം, ഞാൻ ഇന്നാരെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചോളാം എന്ന് പറഞ്ഞു. 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് വിളിക്കുന്നത്. 6 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത്, അതെ ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞത് മറ്റേ ആളുടെ കാരണമാണ്, ആരാന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അത് ഞാൻ അന്ന് അങ്ങനെ പറയേണ്ടി വന്നത് മറ്റേ ആളിനെ ഉദ്ദേശിച്ചാണ്, മറ്റേ ആൾ കാരണമാണ്, വേറെ അല്ലാതെ ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് എന്ന് ചോദിക്കുകയോ അതിനുള്ള സമയം അനുവദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അന്നത്തെ ഈ സംഭാഷണത്തിൽ. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരാഴ്ചയെന്ന് തോന്നുന്നു, ഒരാഴ്ചയല്ല, 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചു. അതും ഈ പ്രൈവറ്റ് സെക്രട്ടറി മുഖാന്തരമാണ് വിളിച്ചത്. ഞാൻ അദ്ദേഹത്തിനോട് പറയാം എന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് പറയാം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചുമില്ല, ഒന്നും പറഞ്ഞുമില്ല. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു ബഡ്ജറ്റിൻ്റെ ബഹളമായിരിക്കും എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഞാൻ ചോദിച്ചു, രണ്ടാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എറണാകുളത്ത് ഞായറാഴ്ച കാണും, എറണാകുളത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സെക്രട്ടറിയോടായി ഞാൻ സംസാരിക്കുന്നത്. സെക്രട്ടറി അടുത്ത് ഞാൻ പറഞ്ഞു, അത് എറണാകുളത്ത് വെച്ച് കാണേണ്ട കാര്യമല്ലല്ലോ, അതൊരു ഗവൺമെൻറ്റും NSSും തമ്മിലുള്ളൊരു ഫയൽ എന്നെ സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത്. അത് സെക്രട്ടേറിയറ്റിൽ വെച്ച് ആ ഫയൽ ഉണ്ടാവുള്ളൂ, സെക്രട്ടേറിയറ്റിലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവിടെ കാണുകയുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ സാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു അനുവാദം ചോദിച്ചത് എന്ന് ഞാൻ ഈ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു. അതിനുശേഷം യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഈ ആദ്യം വിളിച്ചതല്ലാതെ ഈ രണ്ടാമത് പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല, ഒന്നും വിളിച്ചിട്ടില്ല. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് ഈ തിണ്ണതരങ്ങൾ പരാമർശത്തെ കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എനിക്കത് മനസ്സിലാകുന്നില്ല. അന്ന് ഞാനങ്ങ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് അന്ന് സമുദായ നേതാക്കളുടെ തിണ്ണ കയറി ഇറങ്ങരുത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അത് മറ്റേ അങ്ങേര് കാരണമാണ് ഞാനത് പറയേണ്ടി വന്നത് എന്നാണ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. എന്നാൽ എന്തിനാ വിളിച്ചത്, എന്താണ് കാര്യം, എന്നാ സൗകര്യം, അല്ലെങ്കിൽ ഇന്ന ദിവസം പറ്റും, അന്നൊന്നും സംസാരിച്ചില്ല. ഇത്രയും വിജയിച്ച് പുള്ളി താത്തു വെക്കുകയായിരുന്നു.